ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിങ് ബൈ മിന്നു. ഇന്ന് ഞാനൊരു DIY ക്യാൻഡിൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ ക്യാൻഡിൽ ഹോൾഡർ ആണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ബോൾസാണ്. ഈ ബോൾ എന്ന് പറയുന്നത് കുട്ടികളുടെയൊക്കെ കളിക്കുന്ന ചുമ്മാ പ്ലാസ്റ്റിക് ബോളില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മോൻ്റെയാണ്, അവൻ ചുമ്മാ കളിക്കാത്തതൊക്കെ ഞാൻ എടുത്താണ്. ഒരു 10 പീസോളം എടുത്തിട്ടുണ്ട് ഞാൻ. ചുമ്മാ വെറും പ്ലാസ്റ്റിക് ബോളാണ് കേട്ടോ, പിള്ളേരുടെയൊക്കെ കളിക്കുന്നത്. പിന്നെ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ഒരു ക്യാൻഡിൽ, നമ്മളൊരു ചെറിയ ക്യാൻഡിൽ വെക്കുന്ന ഒരു ഹോൾഡറാണ്. അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എടുത്തു. നിങ്ങൾക്കതില്ലെങ്കിൽ ഇതുപോലൊരു നമ്മൾ ഐസ്ക്രീമൊക്കെ ഡെസേർട്ടൊക്കെ സെർവ് ചെയ്യുന്ന ചെറിയ കപ്പുണ്ടല്ലോ, ചെറിയ കപ്പ്, അങ്ങനത്തെ എന്തെങ്കിലും കപ്പ് എടുത്താലും മതിയാവും. അപ്പോൾ വെയിറ്റുള്ള കാര്യം വേണം, ഇത് ബേസായിട്ട് വെക്കാനാണ്. കാരണം ഇത് ഹോൾഡ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ബേസ് ഇച്ചിരി കട്ടിയുള്ള കാര്യം എടുത്തത്. പിന്നെ വേണ്ടത് ഇതുപോലൊരു പാത്രത്തിൻ്റെ ഒരു ചെറിയൊരു ഇതിൻ്റെ ലിഡാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക്. പിന്നെ പെയിൻറ്റ്, ഗ്ലൂ ഗൺ. അപ്പം ഞാൻ ഇന്ന് സ്പ്രേ പെയിൻ്റാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാം 4 തെറംസാണ്. ഒരു ആൻറ്റിക് ടൈപ്പ് ഗോൾഡ് കളറാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇത് DIY ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ വെയിറ്റുള്ള ഏറ്റവും ബേസായിട്ട് വെക്കുന്ന കാര്യം എടുക്കുക. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു കപ്പ് എടുക്കാം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇതുപോലൊരു ചെറിയ ക്യാൻഡിൽ ഹോൾഡർ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഇത് അപ്സൈഡ് ഡൗൺ വെക്കുക, തിരിച്ച് വെക്കുക. അതിനുശേഷം അതിന് മുകളിലായിട്ട് ഇതുപോലൊരു ബോൾ എടുക്കുക. അതിൻ്റെ കറക്റ്റ് സെൻറ്ററായിട്ട് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഗ്ലൂ ഗൺ അല്ലാതെ നിങ്ങൾക്ക് മറ്റേ ഫെവിക്വിക്ക് പോലത്തതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഗ്ലൂ ഗണ്ണാണ് എളുപ്പം, ഗ്ലൂ ഗൺ വെച്ചതിനാണ്. അപ്പോൾ കറക്റ്റ് സെൻറ്റർ നോക്കി, അതിൻ്റെ ആ ഗ്ലാസിൻ്റെ സെൻറ്റർ നോക്കി നമ്മൾ ബോൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇതുപോലെ. ഇനി ഇതുപോലെ തന്നെ ഇതേ സെയിം പ്രോസസ്സ് ഓരോ ബോൾസ് ഇതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഹൈറ്റ് വേണോ അത്രയും ഹൈറ്റിൽ ഈ ബോൾ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഒരുപാട് ഹൈറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഇത് വെറും പ്ലാസ്റ്റിക് ബോളല്ലേ. ഒരുപാട് ഹൈറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റുള്ള ക്യാൻഡിൽസ് വെച്ച് കഴിയുമ്പോൾ ഇത് അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റാതെ ആവും. അപ്പോൾ അതുകൊണ്ട് ഒരു കൂടി വന്നാൽ ഒരു 5 ബോൾസൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഒരെണ്ണം കുറച്ച് ഹൈറ്റ് ഉള്ളതും ഒരെണ്ണം കുറച്ച് ഹൈറ്റ് കുറഞ്ഞും, അങ്ങനെയാണ് 2 ക്യാൻഡിൽ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതിന് ഞാൻ 4 ബോൾസാണ് ആദ്യത്തേന് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം ഇതുപോലെ തന്നെ ആദ്യം ഒട്ടിച്ച പോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ നോക്കി വേണം ഒട്ടിക്കാൻ, അല്ലെങ്കിൽ അവസാനം ചെയ്തു വരുമ്പം ചെറിയ ചരിവ് പോലൊക്കെ തോന്നും. Give me your love and tell me your secrets, 'cause we're in this together. അപ്പോൾ ഞാൻ ടോട്ടൽ 4 ബോൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അതിന് ഏറ്റവും ടോപ്പായിട്ട് നമ്മൾ ആ ഒരു ലിഡ്, അപ്പം ഞാനൊരു ചെറിയൊരു പാത്രത്തിൻ്റെ ലിഡാണ് അത്, ഞാൻ ഏറ്റവും മുകളിലായിട്ട് അതും അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് ഒട്ടിച്ച് വെക്കുവാണ്. I'll keep you safe, I'll give you my everything, even if we're falling down, even if we're falling down. അപ്പോൾ ഒരെണ്ണം ഫിനിഷായി. ഇതുപോലെ തന്നെ വീണ്ടും ഒരെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഹൈറ്റ് കുറഞ്ഞ ഒരു 3 ബോൾസ് വെച്ചിട്ട്. You and me together now. What's the point of living if we're scared to lose each other? What's the point of living without you? അപ്പോൾ നമ്മൾ രണ്ടും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പെയിൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടെ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഞാൻ സ്പ്രേ പെയിൻ്റാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഞാൻ 2 ഹൈറ്റിലാണ് ഉണ്ടാക്കിയേക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിന് ഉള്ളിൽ ഞാൻ അത് വെച്ചിട്ടാണ് സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നത്. സാധാരണ ഞാൻ സ്പ്രേ പെയിൻറ്റ് ബാൽക്കണിയിൽ പോയി നിന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ വീടിനുള്ളിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതുപോലൊരു കാർഡ്ബോർഡ് ബോക്സിനുള്ളിലൊക്കെ വെച്ച് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ
സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പം ഇതുപോലൊരു ബോക്സിനുള്ളിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ പേടിക്കേണ്ട, എല്ലാം 4 സൈഡും പ്രൊട്ടക്റ്റഡായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് തുടങ്ങിയപ്പം നിങ്ങൾക്ക് കാണാം നല്ല ഫോഗ് പോലൊക്കെ വന്നു, പിന്നെ നല്ല സ്മെല്ലുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നോസ് നിങ്ങൾക്ക് ഭയങ്കര സെൻസിറ്റീവായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ സ്പ്രേ പെയിൻറ്റ് ഒഴിവാക്കിയിട്ട് സാധാ പെയിൻറ്റ് ചെയ്താൽ മതിയാകും. ഞാനിപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്തു എന്നുള്ളൂ. ഞാനൊരു കുറച്ച് ഭാഗമേ ഇവിടെ വെച്ച് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാൻ പിന്നെ ബാൽക്കണിയിൽ തന്നെ പോയാണ് ബാക്കി ഫുള്ള് ഫിനിഷ് ചെയ്തത്. കാരണം മോനിങ്ങനെ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുമായിരുന്നു. അപ്പം അഴുക്കല്ലേ ഈ പെയിൻറ്റിൻ്റെ സ്മെല്ലും. കാരണം സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നവർക്കറിയാം ഭയങ്കര ഒരു വല്ലാത്ത സ്മെല്ലാണ്. പിന്നെ ഈ ഒരു മണവും ഈ ഒരു ഫോഗും എല്ലാം പോകണമെങ്കിലൊന്ന് പിന്നെ വിൻഡോസൊക്കെ ഒന്ന് തുറന്നിട്ടു. അതുകൊണ്ട് ഞാൻ പിന്നെ ബാൽക്കണി പോയിട്ടാണ് ബാക്കി ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. ജസ്റ്റ് സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്. മറ്റു പെയിൻറ്റ് ഇങ്ങനെ ഇരിക്കും, ഇത് വേഗം നമുക്ക് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും സ്പ്രേ പെയിൻറ്റ്. പക്ഷേ നിങ്ങൾ നല്ല സെൻസിറ്റീവ്, നിങ്ങളുടെ നോസൊക്കെ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ളവരാണെങ്കിൽ ഒഴിവാക്കിയിട്ട് സാധാ പെയിൻറ്റ് ചെയ്താൽ മതിയാവും. സ്പ്രേ പെയിൻറ്റ് വേണമെന്നൊന്നുമില്ല. അപ്പോൾ സ്പ്രേ പെയിൻ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു 1 അവറിനുള്ളിൽ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. വേഗം തന്നെ ഉണങ്ങി കിട്ടും സ്പ്രേ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ സ്പ്രേ പെയിൻറ്റ് എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഞാനപ്പോൾ അത് ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ ക്യാൻഡിൽസ് വെക്കാം. അപ്പം ഇത് നിങ്ങൾക്ക് ഹൈറ്റൊക്കെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം നിങ്ങൾ ചെയ്യുമ്പം. ഈ ക്യാൻഡിൽസും വെച്ചിട്ട് ഉള്ള ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. ഇന്നത്തെ ഈ സിമ്പിൾ DIY നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ ഐറ്റമും നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിന് ഇനി എന്തെങ്കിലും കണ്ടൻറ്റ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവർ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ. ബൈ.